വൈറ്റമിൻ ഡി തൈറോയിഡിനെ എങ്ങനെ ബാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനാണ് വൈറ്റമിൻ ഡിക്കുള്ളത്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ആവശ്യത്തിന് മാത്രം പ്രതികരിച്ചാൽ മതി. പക്ഷേ എല്ലാത്തിനോടും പ്രതികരിച്ചാൽ എന്താ സംഭവിക്കാം? അതായത് ഒരു വീട്ടിലൊരു പട്ടിയുണ്ട്, വീട്ടുകാരെ കൂടെ കടിച്ചാൽ എന്ത് പറ്റും? അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? അപ്പം ഇത് തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ഇമ്മ്യൂൺ റെഗുലേഷൻ നഷ്ടപ്പെട്ടാൽ സംഭവിക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ ഓവർ ആക്റ്റീവ് ആകും. ഇത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഓൾറെഡി ഉള്ളത് തന്നെ അധികരിക്കാൻ ഇത് കാരണമാവുന്നുണ്ട്. ഇതാണ് വൈറ്റമിൻ ഡിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ശരിക്കും നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് നോക്കുകയാണെങ്കിൽ T3 ഉണ്ട്, T4 ഉണ്ട്. T4 എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ആണ്. T3 എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് ഹോർമോൺ ആണ്. അത് നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് T4, നമ്മുടെ ലിക്വിഡ് മണിയാണ് T3. അപ്പോൾ ലിക്വിഡ് മണി ഉണ്ടായാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെലവഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ നീഡ്സ് നടക്കണമെങ്കിൽ നമുക്ക് ലിക്വിഡ് മണി വേണം. പക്ഷേ ഈ ലിക്വിഡ് മണി ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഹോർമോൺസ് ഉണ്ട് എങ്കിലും അത് ബോഡിക്ക് യൂസപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ലെവലിൽ TSH. അപ്പം TSH നോർമലായിട്ട് ഇരിക്കുകയും പക്ഷെ എല്ലാ സിംറ്റംസും പേഷ്യൻ്റ് കാണിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് വൈറ്റമിൻ ഡി കുറയുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ TSH നോർമലാണ്, പക്ഷേ പേഷ്യൻ്റ് അപ്പോഴും സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻ ഡി ഒക്കെ കൂടെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഉണ്ട്. അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഡിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. പിന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട്, അതായത് ഡിസ്ട്രക്ഷൻ, അതായത് നമ്മുടെ തൈറോയ്ഡ് സെൽസ് നശിപ്പിക്കുന്നതിനെയൊക്കെ ഒന്ന് ട്രിഗർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അധികരിക്കാനായിട്ടും വൈറ്റമിൻ ഡി കുറയുന്നത് കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സ്വിങ്ങിങ് ഫേസ് ഒക്കെ തൈറോയ്ഡിൽ കാണിക്കാറുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ നോക്കുമ്പോൾ ഹൈപ്പോ തൈറോയിഡ്സും കുറച്ച് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ T3 T4 കൂടിയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് പേഷ്യൻറ്റിനെയൊക്കെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഇത് ഇപ്പം എനിക്ക് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ ഇങ്ങനെയൊക്കെ പേഷ്യൻ്റ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നശിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഡിസ്ട്രക്ഷനെ ട്രിഗർ ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് വൈറ്റമിൻ ഡി കുറയുന്നത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഹൈഷ്മോട്ടോ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനായിട്ടും അത് സഹായിക്കുന്നുണ്ട്.